ഇന്ന് നമുക്ക് വർക്കിന് വന്നിരിക്കുന്ന വണ്ടി ഓഡിയുടെ AS7 V6 മോഡൽ എഞ്ചിനാണ്. ഒരു 1,00,000 കിലോമീറ്റർ താഴെ ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തണുത്ത കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല രീതിക്കുള്ള വിസിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ സൗണ്ട് കേൾപ്പിച്ച് തരാം. അതൊന്നും നല്ല സൗണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ സൗണ്ട് ഇനിയും ഹെവി ആവും. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എഞ്ചിനകത്ത് ആവശ്യത്തിലധികം വാക്വം ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ ക്യാപ്പ് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാപ്പ് അഴിക്കുമ്പോൾ അത്രയും വാക്വം റിലീസാവുകയാണ്, സൗണ്ട് പോയി. ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികമായിട്ട് വാക്വം എഞ്ചിനിൽ ക്രിയേറ്റ് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഞ്ചിനിൽ ഉണ്ടാകുന്ന ഓൾറെഡി ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ടൊരു PCV വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവുണ്ട്. അത് ഇൻലെറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ആ വാൽവ് തകരാറിലാകുമ്പോഴാണ് ആവശ്യത്തിൽ കൂടുതൽ വാക്വം എഞ്ചിനിൽ ക്രിയേറ്റ് ആയിട്ട് അത് നോയ്സ് ആവുക. സ്റ്റാർട്ടിങ്ങിൽ തുറക്കാൻ പറ്റാത്ത ക്യാപ്പ് എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ തുറക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ PCV വാൽവ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നമ്മളപ്പോൾ PCV വാൽവ് അഴിച്ചിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഇൻലെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന യൂണിറ്റാണ് PCV വാൽവ്. ഇതിനകത്താണ് ഡയഫ്രം വരിക. അപ്പോൾ ഈ കാണുന്ന കണക്ഷനും കാര്യങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് അഴിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ PCV വാൽവ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് PCV വാൽവിൻ്റെ യൂണിറ്റ്. ഇതിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡയഫ്രം വരും. ഈ ഭാഗം കട്ടായിരിക്കുകയാണ്. ഇത് കട്ടായത് തന്നെയാണ് ഇതിൻ്റെ വാക്വത്തിൻ്റെ ഫുൾ സിസ്റ്റവും തകരാറിലായത്. ഇത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ PCV വാൽവ്. എഞ്ചിൻ ഓയിലും കൂളൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എഞ്ചിൻ ഓയിലും കൂളൻറ്റും ചേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ A7 വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിലിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമായി. സംഭവം ഓക്കെയാണ്.